കേരളത്തിൽ ഭരണം കിട്ടുമെന്ന വ്യാമോഹത്തിൽ കസേരയ്ക്ക് വേണ്ടി തമ്മിലടിക്കുന്ന കോൺഗ്രസ് നേതാക്കളുടെ പുതിയ തമാശകളാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലെ വലിയ കോമഡി. ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തി ഫലം വരാൻ കാത്തിരിക്കുമ്പോൾ ഇവിടെ കോൺഗ്രസ് നേതാക്കൾ മുഖ്യമന്ത്രി സ്ഥാനത്തിനു വേണ്ടിയുള്ള യോഗ്യത തെളിയിക്കാൻ സാഹിത്യ മത്സരത്തിലാണ്. ജനസേവനത്തെക്കാൾ കൂടുതൽ വാഴ്ത്തിപ്പാടലുകൾക്കും PR വർക്കുകൾക്കും മുൻതൂക്കം നൽകുന്ന കോൺഗ്രസ് ശൈലി ഇപ്പോൾ പുസ്തക രചനയിലേക്ക് വഴിമാറിയിരിക്കുകയാണ്. വികസനത്തെക്കുറിച്ച് മിണ്ടാനില്ലാത്തവർ ഇപ്പോൾ അക്ഷരങ്ങൾക്കിടയിൽ അഭയം തേടുന്നത് ജനങ്ങളെ വിഡ്ഢികളാക്കാനാണെന്നത് വ്യക്തം. 5 പതിറ്റാണ്ടായി രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടും കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്ത ചെന്നിത്തല ഇപ്പോൾ നോവലിസ്റ്റായി അവതാരമെടുത്തിരിക്കുകയാണ്. ചെന്നിത്തല ആഴ്ചകൾക്ക് മുൻപാണ് നോവൽ പ്രസിദ്ധീകരിച്ചത്. നിയോക്കം എന്ന നോവൽ കഥാകൃത്ത് T. പത്മനാഭനാണ് പ്രകാശനം ചെയ്തത്. അമേരിക്കയിൽ നിന്ന് ഒറ്റപ്പാലത്തേക്ക് വരുന്ന പെൺകുട്ടിയെക്കുറിച്ചാണ് ചെന്നിത്തലയുടെ നോവൽ. മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള തന്റെ നിയോഗം നോവലിലൂടെയാണോ അദ്ദേഹം കണ്ടെത്താൻ ശ്രമിക്കുന്നത് എന്നാണ് അണികൾ പോലും പരിഹസിക്കുന്നത്. ഡൽഹിയിൽ ഹൈക്കമാൻഡിന്റെ വിശ്വസ്തനായി വിലസുന്ന വേണുഗോപാൽ പുസ്തക ദിനത്തിൽ തന്റെ പ്രസംഗങ്ങളുടെ സമാഹാരവുമായി എത്തിയിട്ടുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയത്തിൽ സജീവമല്ലാതിരുന്നിട്ടും പെട്ടെന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പാരയുമായി എത്തിയ വേണുഗോപാൽ പുസ്തകത്തിലൂടെ തന്റെ സാന്നിധ്യം അറിയിക്കാനാണ് ശ്രമിക്കുന്നത്. താൻ വർഷത്തിൽ 60 പുസ്തകങ്ങൾ വായിക്കുമെന്ന് വീമ്പിളക്കുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ പുസ്തകപ്രേമിയായി വേഷമിട്ട് മുഖ്യമന്ത്രി കസേര ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ വായിക്കുന്നതിനേക്കാൾ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിക്കുന്നതിലാണ് സതീശന് താല്പര്യമെന്ന് സോഷ്യൽ മീഡിയ പരിഹസിക്കുന്നു. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപേ കോൺഗ്രസിൽ മുഖ്യമന്ത്രി പദത്തിനായി 3 തട്ടിലാണ് അടി നടക്കുന്നത്. സതീശനും ചെന്നിത്തലയും തമ്മിലുണ്ടായിരുന്ന പോരിലേക്ക് വേണുഗോപാൽ കൂടി എത്തിയതോടെ കോൺഗ്രസ് പാളയം അക്ഷരാർത്ഥത്തിൽ ഒരു ഗ്രൂപ്പ് യുദ്ധഭൂമിയായി മാറി. ഹൈക്കമാൻഡ് പിന്തുണയുണ്ടെന്ന് അവകാശപ്പെടുന്ന വേണുഗോപാലിനെതിരെ മറ്റ് 2 നേതാക്കളും രഹസ്യ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. സാഹിത്യരംഗത്ത് ഇവർ നടത്തുന്ന ഈ മത്സര പരീക്ഷ മുഖ്യമന്ത്രി കസേരയിലേക്കുള്ള ഷോർട്ട് കട്ട് മാത്രമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. ഒരു വശത്ത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ BJP വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ നോവൽ എഴുതിയും വായനയുടെ കണക്ക് പറഞ്ഞും സമയം കളയുകയാണ്. ഇവർക്ക് ഭരണാധികാരികളാകാനല്ല, മറിച്ച് സാഹിത്യ സമാജം നടത്താനാണ് യോഗ്യതയെന്ന് ഈ നീക്കങ്ങൾ തെളിയിക്കുന്നുണ്ട്. ഡോക്യുമെന്ററി കൂടി ഇറക്കിയാൽ ഈ പ്രഹസനം പൂർത്തിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ BJP കേരളത്തിൽ എയിംസ്, മെട്രോ റെയിൽ വികസനം, ഡിജിറ്റൽ കേരളം തുടങ്ങിയ വികസന സ്വപ്നങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ കോൺഗ്രസിന് പറയാനുള്ളത് സ്വയം ഹൈപ്പ് കൊടുക്കാൻ തള്ളിമറിക്കുക എന്നത് മാത്രമാണ്. കഴിഞ്ഞ 10 വർഷത്തെ കേന്ദ്ര ഭരണത്തിലൂടെ അഴിമതിയില്ലാത്ത ഭരണം സാധ്യമാണെന്ന് BJP തെളിയിച്ചു കഴിഞ്ഞു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും വികസന പദ്ധതികളിലും BJP പ്രവർത്തകർ ജനങ്ങൾക്കിടയിൽ സജീവമായിരിക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ എയർ കണ്ടീഷൻ ചെയ്ത മുറിയിലിരുന്ന് ഫണ്ട് മുക്കലിന്റെ കണക്കെടുപ്പാണ്. മുക്കിയതിന്റെ കണക്ക് ചോദിക്കുമ്പോൾ തടി തപ്പാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന നിലപാടുകൾ പ്രസിദ്ധീകരിച്ചാൽ അത് നിങ്ങൾ എഴുതുന്ന നോവലുകളെക്കാൾ കൂടുതൽ ഹിറ്റാകും. BJP ഉയർത്തുന്ന വികസന രാഷ്ട്രീയത്തിന് മുൻപിൽ കോൺഗ്രസിന്റെ ഈ പുസ്തക രാഷ്ട്രീയത്തിന് ആയുസ്സുണ്ടാവില്ല. മെയ് 4-ന് ഫലം വരുമ്പോൾ ഭരണം സ്വപ്നം കാണുന്ന കോൺഗ്രസ് ഗ്രൂപ്പുകൾക്ക് ജനങ്ങൾ നൽകുന്നത് അവരുടെ രാഷ്ട്രീയ അന്ത്യത്തിന്റെ സമാപന പുസ്തകമായിരിക്കും. കേരളത്തിൽ മാറ്റത്തിന്റെ താമര വിരിയുന്നതോടെ ഇത്തരം രാഷ്ട്രീയ പ്രഹസനങ്ങൾക്ക് എന്നേക്കുമായി അറുതി വരും. അഴിമതിയുടെയും ഗ്രൂപ്പിസത്തിന്റെയും നോവലുകൾ എഴുതാൻ ഇവർക്ക് ആരുടെയും സഹായം ആവശ്യമില്ല. ഭരണം സ്വപ്നം കണ്ട് പുസ്തകം എഴുതുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് ജനങ്ങൾ നൽകുന്ന മറുപടി പരാജയത്തിന്റെ ചരിത്ര പുസ്തകമായിരിക്കും.